കുട്ടികളൊക്കെ ഇപ്പം ഇറച്ചി തിന്നാനുള്ളതാണ്, ആ സമ്പാദിക്കാനുള്ളതാണ്. ചിന്തിച്ചു നോക്കി മനുഷ്യരെ, ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയത് പിന്നെ പൊരുത്തപ്പെടിക്കലുണ്ടോ? ഉണ്ടോ? ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് വെച്ച് ഒരു വാഹനം ഇറങ്ങുന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സൈനികനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കാരണം അതേ വാഹനത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് അതേ തീവണ്ടി ഇറങ്ങിയ പെണ്ണ് പുറത്തേക്ക് പൂസായി ഇറങ്ങിയപ്പം പോലീസുകാരും ഭർത്താവും ചോദിച്ചു, എന്തു പറ്റി? ഉടനെ ഓള് പറഞ്ഞ്, അയാളിനെ മദ്യം നൽകി പീഡിപ്പിച്ചു, ബലാത്സംഗം ചെയ്തു. കിട്ടിയ രസം നാടൊട്ടുകൂടി, പത്രക്കാരേറ്റെടുത്തു, മാമാ മഞ്ഞങ്ങൾ മുഴുവനും ആസ്വദിച്ചു. തീന്മേശകളിലിരുന്ന് നമ്മളെ 6 മണി മുതൽ 8-9 മണി വരെ സർവ്വ ഫസാദുകളും തലച്ചോറിലേക്ക് കുത്തിവെക്കുന്ന സർവ്വ മാമാ മീഡിയകളും നമ്മളെ ഡൈനിങ് ഹാളിൽ കറങ്ങി നിരങ്ങി. റെയിൽവേ സ്റ്റേഷനിലേക്ക് കുടിച്ചു പൂസായ പെണ്ണ് കയറി വന്നപ്പം അത് ചോദ്യം ചെയ്യാൻ ആരുമില്ലാതായി. 13 ദിവസം ആ സൈനികന്റെ കുടുംബം കണ്ണീര് കുടിച്ചു. ഒരമ്മ, ഒരച്ഛൻ, 2 മക്കള്, പറക്കമുറ്റാത്ത 2 മക്കള്, ഒരു ഭാര്യ. ആത്മഹത്യയുടെ വക്കിൽ ആ ചെറുപ്പക്കാരനെത്തി. സർവ്വ കോടതികളിലും ഹാജരാക്കി, സർവ്വ മീഡിയകളും മുഖം കാണിക്കപ്പെട്ടു. സർവ്വ പേരും പല തെളിവുകളുമായി പിന്നാലെ കൂടി. 13 ദിവസങ്ങൾക്ക് ശേഷം വൈദ്യപരിശോധന നടത്തിയപ്പം പെണ്ണിന്റെ ശരീരത്തിലെ ഒരു രോമം തൊട്ടിട്ടില്ല. അവസാനം പെണ്ണ് പറഞ്ഞു, കള്ളുകുടിയേശ് അധികമായി പോയപ്പം പെട്ടെന്ന് ഭർത്താവിനെ മുന്നിൽ കണ്ടപ്പം രക്ഷപ്പെടാൻ പറഞ്ഞു. ഏതാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പല വാളിലുണ്ടാവും അത്. ഇന്നതാ സദാചാരം എന്ന് പറഞ്ഞാൽ തന്നെ അസൂയ.